greatest of all time, writer, director, Venkat Prabhu. So Venkat Prabhu hero എന്നാണ് ആക്ച്വലി ഈ സിനിമക്ക് വെങ്കട്ട് പ്രഭു കൊടുത്തിട്ടുള്ള ടാഗ്ലൈൻ. സ്റ്റാറിംഗ് വിജയ്, വിജയുടെ കൂടെ തന്നെ പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, പഴയ ആക്ടറാണ് മോഹൻ, അതുപോലെ തന്നെ സ്നേഹ, ലൈല, അങ്ങനെ മീനാക്ഷി ചൗധരി, അങ്ങനെ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് ആക്ച്വലി ഗോട്ട് എന്ന് പറയുന്നത്. വിജയുടെ 68th സിനിമ എന്ന് പറയുന്നത്, വിജയ് ഇപ്പം പൊളിറ്റിക്സിലേക്കൊക്കെ കടന്ന് വിജയുടെ ഇനി ഒരു സിനിമ കൂടി ഉണ്ടാവുന്നുള്ളപ്പോൾ വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് സിനിമ എന്ന് എല്ലാവരും പറയപ്പെടുന്ന സിനിമയാണ് ആക്ച്വലി ഗോട്ട്. പറഞ്ഞ രീതിയിൽ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റിൽ റിലീസ് ചെയ്തിരിക്കുന്നു. പ്രൊഡക്ഷൻ AGS, ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ അർച്ചന കൽപ്പാത്തി. ആദ്യം തന്നെ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷനെ പറ്റി ആണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ട്രെയിലറൊക്കെ ഇതിന് മുമ്പേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായി. ഇതിൻ്റെ ട്രെയിലർ വന്ന സമയത്തും ഇതിൻ്റെ പാട്ട് വന്ന സമയത്തൊക്കെ വെച്ചാൽ നമുക്ക് വിചാരിച്ച പോലെയുള്ള ഒരു വിജയ് സിനിമ എന്ന് വിചാരിക്കുന്ന പോലെ ഒരു ട്രെൻഡോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാ വിജയ് സിനിമകളും അങ്ങനെ പാട്ടുകൾ എന്തായാലും ട്രെൻഡ് ആവണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഒരു വിജയ് സിനിമ ഇറങ്ങുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു പാട്ടെങ്കിലും ഭയങ്കര എപ്പോഴും ഗംഭീരമാവാറുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഗോട്ടിലേക്ക് വരുന്ന സമയത്ത് പാട്ടുകളൊന്നും ഭയങ്കരമായിട്ട് വലുതായിട്ട് ഹിറ്റായില്ല. ഇപ്പോൾ വിസിൽ പോഡ് അയക്കുന്നതിലും സ്പാർക്ക് അയക്കുന്നതിലും ചിന്ന കണ്ണുകൾ എനിക്ക് കുറച്ചുകൂടി പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ട്രെയിലർ വന്ന സമയത്തും വന്നിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടായത് വിജയുടെ ലുക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ. സോ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യുന്ന സമയത്തേക്ക് എന്ന് വെച്ചാൽ ഈ ട്രെയിലറിലൂടെ വന്നിട്ട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുത്ത് വെച്ച് നോക്കിയിട്ട് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിസിൽ പോഡ് എന്ന് പറയുന്ന സോങ്ങിൻ്റെ ചെറിയൊരു ബീറ്റ് ചേഞ്ച് അവർ ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. അത് സിങ്ക് ആയിട്ടുണ്ട്, അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടും ഉണ്ട്. അതേപോലെ തന്നെ വന്നിട്ട് വിജയുടെ DAGing കുറച്ച് ക്രിറ്റിസിസം അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ ആസ് എ പ്രൊഡക്ഷൻ നമ്മൾ ഈ ട്രെയിലറും ടീസറും ഇതുപോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഇത്തരത്തിലൊരു ഫീഡ്ബാക്ക് പോലെയും നമുക്ക് എടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ രണ്ട് സംഭവങ്ങളും വർക്കായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര എടുത്തു പറയാനായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ വിജയ് ആസ് എ ക്യാരക്ടർ. വിജയ് ഇതിൻ്റെ അകത്ത് 2 ക്യാരക്ടറുകൾ വരുന്നുണ്ട്. ആ 2 ക്യാരക്ടറും വന്നിട്ട് പുള്ളി വന്നിട്ട് അടിച്ച് ധൂൾ എന്ന് പറയില്ലേ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഹാർട്ട് ആൻഡ് സൗൾ ഒരു ക്യാരക്ടറിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത്. സോ ആ രീതിയിൽ ഒരു എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ അത് ഞാൻ 100% ചെയ്യുന്ന രീതിയിലുള്ള വിജയുടെ പെർഫോമൻസ് വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ വിജയുടെ ഡാൻസ്, വിജയ് ഇപ്പോൾ ആക്ച്വലി 50 years ആവാറായി. അപ്പോൾ ഇടയിലൊക്കെ വന്നിട്ട് വിജയ് ഇപ്പം കുറച്ച് ഡാൻസിൻ്റെ സ്റ്റെപ്സ് മൂവ്മെൻറ്റ് കുറവുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് മട്ട എന്ന് പറയുന്ന സോങ്ങിലൊക്കെ ആദ്യം ഗംഭീരമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിസിൽ പോഡിലും വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിജയ് ആസ് എ പെർഫോമർ, ഹോൾസം പെർഫോമർ, വിജയുടെ കോമഡി ഒരു സ്ലാപ് സ്റ്റിക്ക് അല്ലാതെ വിജയുടെ രസമുള്ള ടൈമിങ്ങും അതുപോലെ തന്നെ വിജയുടെ കുറേ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്കത്. അത് ഓവർബോർഡ് ചെയ്യാതെ അത് സ്ക്രീൻ പ്ലേയിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി വെങ്കട്ട് പ്രഭുവിനും പറ്റിയിട്ടുണ്ട് ഈ സിനിമയിൽ. അത് വളരെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പിന്നെ എന്താ പറയുക, അത് വെങ്കട്ട് പ്രഭു സ്റ്റൈൽ ഓഫ് മൂവി മേക്കിംഗ് കണ്ടിട്ടുള്ള ഒരാൾക്കും അറ്റ് ദ സെയിം ടൈം വിജയുടെ ഒരു കരിസ്മ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ പോലും ആ കരിസ്മ കണ്ടിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. കാരണം എപ്പോഴും വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി എയർ പിടിച്ച് ഇരിക്കുന്ന ഒരു പരിപാടി ആയിരിക്കണമല്ലോ ഒരു വിജയ് സിനിമ എന്നൊക്കെ. അപ്പോൾ വിജയ് സിനിമ ഓൾവേസ് ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുമ്പം ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള സംഭവങ്ങളും കോമഡിയിലേക്ക് വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വിജയകാന്തിന് അവരൊരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രിബ്യൂട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് അവർക്ക് വന്നിട്ട് അത്രയും പെർഫെക്ഷൻ്റെ ആവശ്യമില്ല ആ സീനിൽ. എന്നാൽ പോലും വന്നിട്ട് ട്രിബ്യൂട്ട് എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് കുറച്ചും കൂടി അതിൽ വർക്ക് ചെയ്യാമെന്ന് തോന്നി. ആ ഒരു ഭാഗത്ത് വിജയകാന്തിനെ കാണിക്കുന്ന രീതി കൊണ്ട് ഒട്ടും കൺവിൻസിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സോ അത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യാമായിരുന്നു തോന്നി. ഈവൻ ദോ അത് DAGing ആയിട്ടുള്ള വിജയകാന്തിൻ്റെ ക്യാരക്ടർ അല്ല എങ്കിൽ പോലും അതൊരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു.
മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ മാറ്റി മറിച്ചൊക്കെ വന്നിട്ട് പാട്ട് തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് പാട്ടുകളൊക്കെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും വന്നിട്ട് ഒരുവിധം ഓക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ മോശമാക്കിയത് മങ്കാത്ത റേഞ്ചിലൊക്കെ, മങ്കാത്ത ആസ് എ ഫിലിം ആ മ്യൂസിക് വന്നിട്ട് സ്റ്റാൻഡ് അലോൺ ആണല്ലോ. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിസൺ ചെയ്യുന്നതല്ല, ബട്ട് സ്റ്റിൽ ആ രീതിയിലേക്കുള്ള മ്യൂസിക്കുകളൊന്നും വന്നില്ലെങ്കിൽ കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും വന്നിട്ട് ആക്ച്വലി യുവൻ ശങ്കർ രാജ ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ ഇതിൻ്റെ അകത്ത് വന്നിട്ട് വേർതിരിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ യുവൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യുവൻ്റെ ഇതല്ല, യുവൻ വേറെയാണെന്നൊക്കെ പറഞ്ഞാൽ മേ ബി എനിക്കറിയത്തില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ അപ്പോഴും വന്നിട്ട് അതിനകത്തുള്ളൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹൈ ആയിട്ട് എലവേറ്റ് ചെയ്യുന്ന സമയത്ത് സീന് പല സ്ഥലത്തും എലവേറ്റ് ആവുന്നില്ല. അറ്റ് ദ സെയിം ടൈം സീന് ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അധികം എലവേറ്റ് ആവുന്നില്ല എന്നുള്ളതും തിയേറ്ററിക്കൽ മൂവ്മെന്റ്സ് വന്നിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമായി എന്ന് തോന്നി. സിനിമ ഫ്രം ദ സ്റ്റാർട്ട് വന്നിട്ട് അതൊരു ഹൈ മൂവ്മെന്റിലേക്ക് പോകും, പിന്നെ വന്നിട്ട് കുറച്ച് ഗ്രാഫ് താഴോട്ടേക്ക് വന്ന് കോമഡിയിലേക്ക് പോകും. കോമഡിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോലും എനിക്ക് പേഴ്സണലി ബോറടിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഓൺ ദ ഹോൾ എനിക്ക് ഒട്ടും ബോറടിക്കാതെയാണ് എനിക്ക് മുമ്പോട്ട് പോയത്. പക്ഷേ പടം ഒന്ന് ടോൺ ഡൗൺ ആയിട്ടാണ് വന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും സർപ്രൈസസ് ഒക്കെ ഈ സിനിമേൻ്റെ അകത്ത് വരുന്നത്. അത് ഒരു പരിധി വരെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്കൊരു ഒരു മോശം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ വിജയ് സിനിമ വരുന്ന സമയത്തുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇതൊരു ഫാക്ടറായിരുന്നു. പക്ഷേ ഗോട്ട് കമ്പാരിറ്റീവ്ലി എക്സ്പെക്ടേഷൻ വളരെ കുറവായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി എൻ്റെ പേഴ്സണൽ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ലാസ്റ്റോട്ട് വരുന്ന സമയത്ത് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഇൻ്റർവ്യൂസിൽ ഇവർ മീഡിയാസിൻ്റെ കുഴപ്പമാണോ അതോ വന്നിട്ട് ടീമിൻ്റെ കുഴപ്പമാണോ എല്ലാവരും പറഞ്ഞുവിട്ടതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഇൻ്റർവ്യൂസിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവർ പറയാതെ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വന്നിട്ട് നമ്മൾ സിനിമയിലേക്ക് കാണുന്ന സമയത്ത് ഒട്ടും നമുക്ക് വന്നിട്ട് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. സോ അത് നമ്മൾ ഇങ്ങനത്തുള്ള ഒരു സിനിമയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് റിലീസിൻ്റെ അന്നത്തെ ദിവസം വരെയെങ്കിലും സൂക്ഷിക്കുക എന്നുള്ളത് ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ ക്രൂവിൻ്റെയോ ഒരു ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഓഡിയൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു രസച്ചരട് പൊട്ടിക്കുന്ന ഒരു പരിപാടിയാണെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത് പാളിപ്പോയിട്ടുള്ള പല പരിപാടികളും ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഉണ്ട്. സോ അത് പേഴ്സണലി എനിക്ക് അങ്ങനെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും കാണാതെ പോകുന്ന ആൾക്കാർക്ക് വന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ഒന്നും കാണാത്ത ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം. സോ എന്നോട് പേഴ്സണലി കേൾക്കാൻ ഇൻ്റർവ്യൂ ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല ഒരു സിനിമേൻ്റെ അകത്ത്. വിജയിനെ പോലത്തെ ഒരാൾ ചെയ്യുന്ന സിനിമേൻ്റെ അകത്ത് പ്രൊമോഷൻ ഇത്രയും കിടന്ന് പരിശ്രമിക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അല്ലാണ്ട് തന്നെ ആ സിനിമയ്ക്ക് വന്നിട്ട് അവസാനം ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈപ്പ് വന്നു, ബിക്കോസ് വിജയ് ഈസ് എ ബ്രാൻഡ് എന്നുള്ളതുണ്ട്. സോ അതെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നി പല സ്ഥലത്തും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഗസ്റ്റ് അപ്പിയറൻസസ് വരുന്നുണ്ട്. പക്ഷേ വിജയുടെ സിനിമേൻ്റെ അകത്ത് വിജയിനോളം അല്ലെങ്കിൽ വിജയിനെക്കാട്ടും മേലെയുള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വരുന്ന സമയത്താണ് നമുക്കൊരു ഹൈ ഫാക്ടർ ഉണ്ടാവുക. ഇതെന്ന് വെച്ചാൽ പറയുക ഗസ്റ്റ് അപ്പിയറൻസസ് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് വിജയിനെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനടക്കം വിജയിൻ്റെ സിനിമ കൊണ്ട് ആഘോഷിച്ച് കാണുന്ന ഒരാളാണ്. അപ്പോൾ വിജയിൻ്റെ സിനിമ കാണാൻ വേണ്ടി വിജയിനെ കാണാൻ വേണ്ടി വിജയിനെ നമ്മൾ ഒരു കൊല്ലത്തിലൊരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഗസ്റ്റ് അപ്പിയറൻസസ് വന്നിട്ട് അതിനേക്കാട്ടും സർപ്രൈസിങ് അല്ലെങ്കിൽ അത് പേഴ്സണലി വലിയൊരു സർപ്രൈസിങ് ഫാക്ടറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ എന്നാലും ആ സർപ്രൈസസ് പാക്കേജൊക്കെ വന്നിട്ട് ഒരു പരിധി വരെ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. സ്ക്രീൻ പ്ലേയിലേക്ക് വരുന്ന സമയത്ത് വെങ്കടപ്രഭു പറഞ്ഞ പോലെ ഭയങ്കര റേസി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഒരു തരത്തിലും വന്നിട്ട് ഈ 3 മണിക്കൂർ സിനിമ ലാഗ് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെങ്കിൽ ഈ സിനിമയായിട്ടുള്ള കുറച്ച് പൊട്ടലും ചീറ്റകളും അവിടെ ഇവിടെയായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ വിജയുടെ ഇപ്പം ലാസ്റ്റ് വന്നിട്ട് ഒരു 5, 6, 7 സിനിമകൾ എടുത്തു നോക്കിയാൽ വിജയിൻ്റെ എക്സ്ട്രീംലി മോശം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിട്ടും തോന്നില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എപ്പോഴും വിജയുടെ സിനിമ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. ഒരു ഹൈ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസിലേക്ക് വരുന്ന സമയത്ത് ശിവാജി പോലെയോ ഹൈ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസിലേക്ക് വരുന്ന സിനിമയുടെ ശ്രേണിയിൽ പെടുത്താൻ പറ്റുന്ന സിനിമയാണ് ആക്ച്വലി ഗോട്ട് എന്ന് പറയുന്നത്. സോ ലോജിക്കൽ ലൂപ്പ് ഹോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ ഈ സിനിമ വന്നിട്ട് പ്രിഫർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ ഒരു ഹൈലി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും പോയിട്ട് ഈ സിനിമ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വെങ്കട്ട് രാജനാണ്. ഞാൻ പറഞ്ഞല്ലോ 3 മണിക്കൂർ സിനിമയാണ്. പക്ഷേ 3 മണിക്കൂർ നമുക്ക് കട്ട് ചെയ്യാം, പല സ്ഥലങ്ങളിലും കട്ട് ചെയ്യായിരുന്നു. പക്ഷേങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2:45 ആക്കായിരുന്നു തോന്നി. പക്ഷേ സ്റ്റിൽ 3 മിനിറ്റ്സ് ബ്ലൂപ്പറാണ് ലാസ്റ്റത്തെ. എഡിറ്റർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി സിദ്ധാർത്ഥയാണ് ഡീസെൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി. ഏജിംഗിലേക്ക് വരുന്ന സമയത്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു, പല സ്ഥലത്തും വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. വിജയുടെ ഈ മകൻ വിജയ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് നമുക്ക് ആ ക്യാരക്ടറുമായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റുന്നുണ്ടായി. അത് ഒരു പരിധിവരെ ഡി ഏജിങ്ങിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നത്. ജെമിനി മാൻ പോലെ അത്രയും ബഡ്ജറ്റ് അല്ലെങ്കിലും കൂടി ആ കിട്ടിയ ബഡ്ജറ്റിനകത്ത് വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി AGSനും അതുപോലെ തന്നെ വെങ്കട് പ്രഭുവിനും പറ്റിയിട്ടുണ്ട്. പിന്നെ യോഗി ബാബു അതുപോലെ തന്നെ പ്രേംജി അമരൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കോമഡി ഞാൻ പറയില്ല, ഞാൻ അത്രയും ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ടായിരിക്കണം കോമഡി എനിക്ക് പല സ്ഥലങ്ങളും നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് വിജയുടെ ആയാലും ശരി, കൂടെയുള്ള വന്ന ആൾക്കാരായാലും. വെങ്കട് പ്രഭു ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എങ്ങനെ ഭയങ്കര സീരിയസ്. ഇപ്പം മങ്കാത്തയിലാണെങ്കിൽ പോലും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇതിൽ മങ്കാത്തയുടെ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പ്രേംജിയും മറ്റേ പുള്ളിക്കാരനും കൊണ്ടൊരു ഗോവയിലേക്ക് ട്രിപ്പ് പോകുന്നത് മറ്റേ പൈസയൊക്കെ അടിച്ച് വിട്ടിട്ട് ഇടയിൽ വന്നിട്ട് ആ ഒരു ഷാലോനെസ് ഒരു ഡിപ്പ് എപ്പോഴും വെങ്കട് പ്രഭുവിന് ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാനാട് ഒഴിച്ചു നിർത്തുന്നത് മാനാട് അങ്ങനെ ഒരു ടൈറ്റ്ലി പാക്ഡ് ആണ്. ബാക്കി എല്ലാ വെങ്കട് പ്രഭു സിനിമയിലുള്ള പോലെ തന്നെ ഈ സിനിമയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പരിധി വരെ കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആസ് എ ഹോൾ ഗോട്ട് എന്ന് പറയുന്നത് പ്രതീക്ഷ വെക്കാതെ തന്നെ പോയിരുന്നെങ്കിൽ വന്നിട്ട് ഒരു പരിധി വരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നു. കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് വെങ്കട് പ്രഭു ഹാസ് ഡിഡ് എ വെരി ഡീസൻറ്റ് ജോബ് വിത്ത് സ്ക്രീൻ പ്ലേ. അതുപോലെ തന്നെ വിജയുടെ ഹൈ ഒക്ടൈൻ പെർഫോമൻസും അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ ഹൈ ഒക്ടൈൻ പെർഫോമൻസ്, പ്രത്യേകിച്ച് പറയുന്നത് പ്രശാന്തിൻ്റെയും അതുപോലെ തന്നെ പ്രഭുദേവയുടെയും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്തുള്ള വില്ലൻ എന്ന് പറയുന്ന പഴയ മോഹൻ ആണ്. പുള്ളിക്കാരന് വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല, എന്നാൽ പോലും വന്നിട്ട് പുള്ളിക്കാരൻ്റെ പാവം പിടിച്ചൊരു വില്ലൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ്. പേഴ്സണലി കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഗോട്ടിൻ്റെ ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ വർക്ക് ആയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ലാസ്റ്റിലോട്ട് ഉള്ള ഒരു 10 മിനിറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ വരേക്കും വെങ്കട് പ്രഭു വന്നിട്ട് ഒരു റേസി ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഈ പടത്തിന് സ്പീഡിനോ അങ്ങനെ ഒന്നിനും ഒരു കുറവൊന്നുമില്ല. പക്ഷേ എന്നൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തരുന്നത്. എന്താണ് ആ ഒരു മാജിക്കൽ കോമ്പിനേഷൻ, എന്തുകൊണ്ടാണത് സിങ്ക് ആവാഞ്ഞതെന്നുള്ളത് അറിയില്ല. കാരണം ഞാനൊക്കെ എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവിലാണ് സിനിമ ഒന്ന് എന്റർടൈൻമെന്റ് അകത്ത് ബെറ്റർ പടമാണോ അല്ലയോ എന്നുള്ളത് മാത്രമേ ഞാൻ എപ്പോഴും ഇങ്ങനത്തുള്ള സിനിമകൾ കാണുമ്പോൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ എന്തോ ഈ സിനിമ വന്നിട്ട് അത് ആവറേജിലേക്ക് സ്ലിപ്പായി പോകുന്നുണ്ട്. അതിനുള്ള റീസൺസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മിസ്മാച്ചുകളും കാര്യങ്ങളൊക്കെ, മ്യൂസിക്കിൻ്റെയും സീനിൻ്റെയും മിസ്മാച്ചുകൾ, പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് ഒരുപാട് എക്സ്പെരിമെൻ്റൽ പരിപാടി, ഡി ഏജിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു ഓവർ ബേർഡൻ ആയിരിക്കാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ അറ്റ് ദ സെയിം ടൈം എല്ലാത്തിൻ്റെയും മേലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇവരുടെ ഇൻ്റർവ്യൂസ് ആണ് ലാസ്റ്റോട്ട് വന്നിട്ടുള്ള. അതായത് അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് പേഴ്സണലി വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ്സിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒബ്വിയസ്ലി അത് ആവറേജ് അഭിപ്രായമായിരിക്കും വന്നിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. സോ യെസ്, ഗോട്ട് വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു വിജയ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് ഗോട്ട്, greatest of all time in theaters.